Good morning, my dear students. How are you? Welcome back to our IT class. Okay? In the previous class, we learned about how human brain and computer CPU are similar and functions of CPU. Today we are going to learn about parts of a CPU and a microprocessor. Okay? First, parts of a CPU. Here is how a typical CPU works. You give data and instructions to the computer through input devices like the keyboard or mouse. This data reaches the central processing unit. അതായത് ഇൻപുട്ട് ഡിവൈസസ് ആയ കീബോർഡ് അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും നൽകുന്നു. നമ്മൾ നൽകുന്ന ഈ ഡാറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ എവിടെയാണ് എത്തിച്ചേരുന്നത്? സി പി യുവിലാണ് എത്തിച്ചേരുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷനും എവിടെയാണ് എത്തിച്ചേരുന്നത്? സി പി യുവിലാണ്. ഓക്കെ. The control unit or CU and the arithmetic and logic unit or ALU are the two sections of a CPU. The control unit controls the flow of data and information in the computer. CPU-ൻ്റെ രണ്ട് പാർട്സാണ് ഏതൊക്കെ? കൺട്രോൾ യൂണിറ്റും അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും. കൺട്രോൾ യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് CU. എന്നാൽ അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെയോ? യെസ്, ALU. കൺട്രോൾ യൂണിറ്റാണ് ഡാറ്റയുടെയും ഇൻഫോർമേഷൻ്റെയും ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റയുടെയും ഇൻഫോർമേഷൻ്റെയും ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? യെസ്, ദ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ. കൺട്രോൾ യൂണിറ്റ് ഫസ്റ്റ് പോയിൻറ്റ് ടേക്സ് ഇൻപുട്ട് ഫ്രം ഇൻപുട്ട് ഡിവൈസസ്. അതായത് ഇൻപുട്ട് ഡിവൈസസിൽ നിന്നും ഇൻപുട്ട് എടുക്കുന്നു. നെക്സ്റ്റ്, സെൻസ് ഇറ്റ് ഫോർ പ്രോസസ്സിംഗ്. ഇത് പ്രോസസ്സിങ്ങിനായി സെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ട്രാൻസ്ഫേഴ്സ് ദ പ്രോസസ്ഡ് ഡാറ്റ ടു ദി മെമ്മറി ഓർ ടു ദി ഔട്ട്പുട്ട് ഡിവൈസസ്. അതായത് പ്രോസസ്സിംഗ് കഴിഞ്ഞ ഡാറ്റ ഒന്നുകിൽ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, the arithmetic and logic units does all the processing in the computer. കമ്പ്യൂട്ടറിലെ എല്ലാ പ്രോസസ്സിങ്ങും അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിൻറ്റ് carries out all calculations that are needed to process data. ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനാവശ്യമായ എല്ലാ കാൽക്കുലേഷൻസും നടത്തുന്നതാരാണ്? യെസ്, അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അല്ലെങ്കിൽ ALU. നെക്സ്റ്റ്, സെൻസ് പ്രോസസ്ഡ് ഡാറ്റ ടു ദി മെമ്മറി ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ത്രൂ ദി കൺട്രോൾ യൂണിറ്റ്. കൂടാതെ കൺട്രോൾ യൂണിറ്റ് വഴി പ്രോസസ്സ് ചെയ്ത ഡാറ്റ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസിലേക്കോ സെൻഡ് ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്, മൈക്രോ പ്രോസസ്സർ. You must have heard the term computer chip. Well, a chip is nothing but a small circuit. A CPU, when contained on a single chip, is called the microprocessor. കമ്പ്യൂട്ടർ ചിപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് മെമ്മറി കാർഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ചിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ചിപ്പ് എന്നത് ഒരു സ്മോൾ സർക്യൂട്ടാണ്. ഒരൊറ്റ ചിപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു CPU-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, മൈക്രോ പ്രോസസ്സർ. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സം പോപ്പുലർ മൈക്രോ പ്രോസസ്സേഴ്സ് ദാറ്റ് യു മേ ഹാവ് ഹിയർഡ് ഓഫ്. ദേ ആർ Intel Core i5, Intel Atom, AMD Athlon, AMD Optron. Okay. These days,
microprocessors are used not just in computers. ഇന്നത്തെ കാലത്ത് മൈക്രോ പ്രോസസ്സർ കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, പിന്നെ എന്തിലൊക്കെയാണ്? യെസ്, ബട്ട് ആൾസോ ഇൻ മൊബൈൽ ഫോൺസ്, PDAs, ഡിജിറ്റൽ വീഡിയോ ക്യാമറാസ്, വാഷിംഗ് മെഷീൻസ്, റെഫ്രിജറേറ്റേഴ്സ്, മൈക്രോവേവ് ഓവൻസ്, LED televisions and many other electronic devices. Okay, clear? Yes. This chapter is finished. Next class we will discuss about the text activities. Okay, thank you.